നടക്കണ്ട ഒട്ടിക്ക് നടക്കണ്ട ക്യാമറ അടിച്ചു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ബ്രദറിൻ്റെ ഒരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പനവല്ലി വരെ ഒന്ന് പോയതാണ്. പനവല്ലി എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുനെല്ലി ടെമ്പിളിൻ്റെ ഒരു 8 കിലോമീറ്റർ മുന്നേ, ഏകദേശം ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ബ്രദറിൻ്റെ ഓട്ടോറിക്ഷയിലാണ്, അതായത് അവൻ്റെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് ഒരു കിലോമീറ്റർ അടുത്തേ ഉള്ളൂ പുഴയിലേക്ക്. അപ്പോൾ അങ്ങനെ അവൻ്റെ ഓട്ടോറിക്ഷയിൽ അങ്ങനെ പോയി സ്ഥലത്തെത്തി. ഇതാണ് സ്ഥലം. അപ്പോൾ നല്ല വെള്ളമാണ് കേട്ടോ. നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് ഡയറക്റ്റായി വരുന്നത്. ഏകദേശം ഈ ഞങ്ങൾ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന്, അതായത് ഈ കാളിന്തി റിവർ എന്നതിൻ്റെ പേര്, ഈ നദീൻ്റെ പേര്. അപ്പോൾ ഇത് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ മുന്നെയാണ് ഈ നദി, ഒരു 20 കിലോമീറ്റർ മാക്സിമം, ആ ഒരു ഏരിയയിലാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. അപ്പം നല്ല തണുത്ത വെള്ളമാണ്, അതുപോലെ തന്നെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ ഈ ഒരു ചൂടത്തെ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങാൻ പോയതാണ്. അങ്ങനെ ഇറങ്ങി മുങ്ങാനൊന്നും സ്ഥലമില്ല. സ്ഥലം മീൻസ് ഇറങ്ങി മുങ്ങാനുള്ള ആഴമൊന്നുമില്ല. ഏകദേശം ഒരു അരയ്ക്കൊപ്പം മാക്സിമം ആഴമേ ഉള്ളൂ. വെള്ളം കുറവാണ്, അതുകൊണ്ട് തന്നെ മക്കളെ ഇറക്കാനൊക്കെ നല്ല സുഖമാണ്. അത് ഇവനാണ് ഇളയനിയൻ കേട്ടോ. 3 പേരുണ്ട് അവർ. യാനൂട്ടനാണെങ്കിൽ ഇതാ ഭയങ്കര സന്തോഷമാണ് വെള്ളം കണ്ടതിൽ. അപ്പോൾ അവിടുത്തെ നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള മക്കൾസൊക്കെ എല്ലാവരും ഉണ്ട് കൂടെ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നാൽ നല്ല രസമാണ് കാണാൻ. ആ ഏരിയ നല്ല രസമാണ്. നല്ല തെളിഞ്ഞ വെള്ളം, ഉരുളം കല്ലുകളൊക്കെ ആയി, മണലൊക്കെ ആയി, നൈസ് ഏരിയയാണ്. അപ്പോൾ ഞങ്ങൾ പോയങ്ങ് ആർമാദിച്ച അവിടെ. യാനുക്കുട്ടനാണെങ്കിൽ വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും വേണ്ട. യാനുക്കുട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. യാനുക്കുട്ടൻ വെള്ളത്തിൽ ഇറങ്ങി കുത്തി മറിയണം. നമുക്കാണെങ്കിൽ ഒരു പേടിയാണ്. അവനെ ഇങ്ങനെ ഇരുത്തിയിട്ടേ കളിപ്പിക്കുകയുള്ളൂ. അധികം അങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല. അവരെ ആ സൈഡിൽ തന്നെ ഇരുത്തിയിട്ടേ കളിക്കുന്നത്. പിന്നെ ഞാനാണെങ്കിപ്പോൾ യാനുക്കുട്ടനും ഇറങ്ങണം എൻ്റെ അതേ സ്പോട്ടിൽ. അങ്ങനെ ആരെയും കൂട്ടി ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം കളിച്ച് ആർമാദിച്ചു എന്ന് പറഞ്ഞാൽ നല്ലോണം ആർമാദിച്ചു. അവന് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അത് ഭയങ്കരമായിട്ട് തണുക്കാൻ തുടങ്ങി. ഒന്നാമത് ഫോറസ്റ്റിൽ വരുന്ന വെള്ളമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. നേരെ ഇങ്ങനെ ഈവനിങ് ആകുന്തോറും തണുപ്പ് ഇങ്ങനെ കൂടി വരും വെള്ളത്തിൻ്റെ. അപ്പോൾ ഞങ്ങൾ അധികം നീട്ടുന്നില്ല. എന്തായാലും 2 മിനിറ്റുള്ള ചെറിയൊരു വീഡിയോ എടുത്തത്. അപ്പോൾ കല്യാണത്തിൻ്റെ തലേന്നാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കല്യാണ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങി ഒരു 1 hour കൊണ്ട് ഞങ്ങൾ പരിപാടിയൊക്കെ തീർത്ത് മെല്ലെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്ത് പോയി. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.